Welcome to Master Key Academy. Expansion of Sociology in the 20th century എന്ന് പറയുന്ന ഭാഗത്ത് അതിൻ്റെ ഒരു ലാസ്റ്റ് ക്ലാസ്സിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തൊരു പോയിന്റ് ആയിരുന്നു വാട്ട് ഈസ് സ്ട്രക്ചറൽ ഫങ്ഷണലിസം അല്ലേ. അതായത് 20ാം നൂറ്റാണ്ടിൻ്റെ ആ ഒരു സമയത്ത് എന്ത് വന്നിട്ടുണ്ടായിരുന്നു, ഒരുപാട് പുതിയ പുതിയ തിയറികൾ സോഷ്യോളജിയിൽ വന്നിട്ടുണ്ടായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. സ്ട്രക്ചറൽ ഫങ്ഷണലിസം ആയിട്ടും കോൺഫ്ലിക്റ്റ് പേഴ്സ്പെക്റ്റീവ്, അതുപോലെ തന്നെ ഇൻട്രാക്ഷനിസ്റ്റുകളൊക്കെ വന്നായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അപ്പോഴേ പറഞ്ഞു എന്താണ് സ്ട്രക്ചറൽ ഫങ്ഷണലിസം, എന്താണ് കോൺഫ്ലിക്റ്റ് പേഴ്സ്പെക്റ്റീവ്സ്, എന്താണ് ഇൻട്രാക്ഷനിസ്റ്റ് എന്ന് പറയുന്ന ഒരു 3 ഗ്രേറ്റ് പേഴ്സ്പെക്റ്റീവ് നമ്മുടെ 20ാം നൂറ്റാണ്ടിൻ്റെ ആ ഒരു സമയങ്ങളിൽ വന്നായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായിരുന്നു അതെന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ സ്ട്രക്ചറൽ ഫങ്ഷൻസും ഡീറ്റെയിൽഡ് ആയിട്ട് സിലബസിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് അതെന്താണെന്നും അതിൻ്റെ ആദ്യകാല നേതാക്കന്മാരെ കുറിച്ചും അഥവാ ആദ്യകാലത്തെ ഫിഗേഴ്സിനെ കുറിച്ചൊക്കെ കീ തിങ്കേഴ്സിനെ കുറിച്ചൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടെന്നും നമ്മൾ പറഞ്ഞായിരുന്നു. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് സ്ട്രക്ചറൽ ഫങ്ഷണലിസം അല്ലേ, ഘടനാപരമായ നിർവഹണവാദം എന്ന് മലയാളത്തിൽ പറയും. ഘടനാപരമായ നിർവഹണവാദം. ഓക്കെ, അതാണ് അതിൻ്റെ മലയാളം എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം എന്താണ് ഈ സ്ട്രക്ചറൽ ഫങ്ഷണലിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്ട്രക്ചറൽ ഫങ്ഷണലിസം ഓർ സിംപ്ലി ഫങ്ഷണലിസം ഈസ് എ മാക്രോ ലെവൽ സോഷ്യോളജിക്കൽ പേഴ്സ്പെക്റ്റീവ് അല്ലേ. ഒരു മാക്രോ ലെവൽ സോഷ്യോളജിക്കൽ പേഴ്സ്പെക്റ്റീവാണ് that views society as a complex system of interconnected parts, social institution working together to promote solidarity, stability and order അല്ലേ. അപ്പോൾ സ്ട്രക്ചറൽ ഫങ്ഷണലിസം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫങ്ഷണലിസം എന്ന് പറയുന്നത് സോഷ്യോളജിയിലെ ഒരു മാക്രോ ലെവൽ സോഷ്യോളജിക്കൽ പേഴ്സ്പെക്റ്റീവാണ് അല്ലേ. മാക്രോ ആൻഡ് മൈക്രോ എന്ന് നമുക്കറിയാം അല്ലേ. മൈക്രോയും ഉണ്ട് മാക്രോയും ഉണ്ട് അല്ലേ. മൈക്രോ എന്ന് പറയുമ്പോൾ നമ്മൾ ചെറുത് എന്നൊരർത്ഥം, അതുപോലെ തന്നെ മാക്രോയും ഉണ്ട് അല്ലേ. അപ്പോൾ മാക്രോ എന്ന് പറയുന്നത് കുറച്ച് വലിയ കാര്യങ്ങളാണ് അല്ലേ. സമൂഹശാസ്ത്രത്തിലെ പേഴ്സ്പെക്റ്റീവിലും ഒരു മാക്രോ ലെവൽ കൈകാര്യം ചെയ്യുന്ന ഒന്നാണ് സ്ട്രക്ചറൽ ഫങ്ഷണലിസം എന്ന് പറയുന്നത് അല്ലേ. ഇത് സൊസൈറ്റിയെ എന്ത് ചെയ്യുന്നു, സൊസൈറ്റിയെ ഒരു ഇന്റർ കണക്റ്റഡ് പാർട്സ് ആയിട്ട് അല്ലേ, ഒരു ഇന്റർ കണക്റ്റഡ് പാർട്സ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, സൊസൈറ്റി എന്ന് പറയുന്നത് ഇന്റർ കണക്റ്റഡ് പാർട്സിൻ്റെ ഒരു കോംപ്ലക്സ് സിസ്റ്റമാണ്. ഏതൊക്കെയാണ് ആ ഇന്റർ കണക്റ്റഡ് പാർട്സ്? സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, അതുപോലെ തന്നെ സോളിഡാരിറ്റി പ്രൊമോട്ട് ചെയ്യാൻ വർക്ക് ചെയ്യുക, സ്റ്റെബിലിറ്റി, ഓർഡർ, ഇതിൻ്റെയൊക്കെ ഒരു ഇന്റർ കണക്റ്റഡ് പാർട്സിൻ്റെ കോംപ്ലക്സ് സിസ്റ്റമാണ് സൊസൈറ്റി എന്നാണ് ഈ ഒരു ഫങ്ഷണലിസത്തിൽ എന്ത് ചെയ്യുന്നത്, ഇത് നമ്മുടെ ഫങ്ഷണലിസം മുന്നോട്ട് വെക്കുന്നത്. By comparing society to a living organism, functionalists argue that just as organs, heart, lungs work in harmony to keep a body alive, social institutions, that means family, education, government, perform essential roles to maintain health of the social system. അപ്പോൾ ഇവിടെ പറയുന്നത് സൊസൈറ്റിയെ ഒരു ലിവിങ് ഓർഗാനിസവുമായിട്ട് എന്ത് ചെയ്യുന്നു, അവർ കമ്പയർ ചെയ്യുന്നു. അതായത് ഒരു മനുഷ്യനുമായിട്ട് സൊസൈറ്റിയെ കമ്പയർ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ലിവിങ് ഓർഗാനിസമായിട്ട് എന്ത് ചെയ്യുന്നു, സൊസൈറ്റിയെ കമ്പയർ ചെയ്യുന്നു. അങ്ങനെ ഈ ഫങ്ഷണലിസ്റ്റുകൾ ആർഗ്യൂ ചെയ്യുന്നു ജസ്റ്റ് ആസ് ഓർഗൻസ് വർക്ക് ഇൻ ഹാർമണി ടു കീപ്പ് എ ബോഡി അലൈവ് അല്ലേ. ഇപ്പം നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ ഹാർട്ട്, കിഡ്നി, സ്റ്റൊമക്ക്, ലങ്സ്, അങ്ങനെ ഒരുപാട് അവയവങ്ങളുണ്ട്. അതെല്ലാം ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ഒരു ഹ്യൂമൻ ബോഡി അലൈവ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് സൊസൈറ്റിയിൽ പല ടൈപ്പ് ഓഫ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളുണ്ട്. ഫാമിലി, എഡ്യൂക്കേഷൻ, ഗവൺമെൻറ്, അവരൊക്കെ അവരുടെ എസെൻഷ്യൽ റോള് പെർഫോം ചെയ്യുന്ന സമയത്തും മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്താണ് സൊസൈറ്റിയെ അല്ലെങ്കിൽ സോഷ്യൽ സിസ്റ്റത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ സോഷ്യൽ സിസ്റ്റത്തിൻ്റെ ആരോഗ്യത്തെ നമുക്ക് നിലനിർത്താൻ കഴിയാം. അതത് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ അവരുടെ റോള്, അവരുടെ എസെൻഷ്യൽ റോളുകൾ പെർഫോം ചെയ്യുന്ന സമയത്താണ് സോഷ്യൽ സിസ്റ്റത്തിൻ്റെ ഹെൽത്ത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ സ്ട്രക്ചറൽ ഫങ്ഷണലിസം എന്ന് പറയുന്നത് സോഷ്യോളജിക്കൽ പേഴ്സ്പെക്റ്റീവിലെ ഒരു മാക്രോ ലെവലാണ്. സൊസൈറ്റിയെ ഒരു ഇന്റർ കണക്റ്റഡ് പാർട്സ് ആയിട്ടാണ് ഇവർ വ്യൂ ചെയ്യുന്നത്. അതുപോലെ തന്നെ സൊസൈറ്റിയെ ഒരു ലിവിങ് ഓർഗാനിസവുമായിട്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത്, ഇവർ കമ്പയർ ചെയ്യുന്നത്. ഇതാണ് അതിൽ ഈ ഒരു സ്ലൈഡിലെ 3 പോയിന്റ്സ് എന്ന് പറയുന്നത്. ഇനി
ഞാൻ പറഞ്ഞു ഈ സ്ട്രക്ചറൽ ഫങ്ഷണലിസം എന്ന് പറയുന്ന ആ ഒരു തിയറിയുടെ വക്താക്കൾ, അതായത് ആ ഒരു തിയറിയുടെ ഫൗണ്ടേഷണൽ തിങ്കേഴ്സ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും രണ്ട് വ്യക്തികളാണ്, അഗസ്റ്റ്യ കോംടെയും ഹെർബർട്ട് സ്പെൻസറും. ഓക്കെ, അഗസ്റ്റ്യ കോംടെയും അതുപോലെ തന്നെ ഹെർബർട്ട് സ്പെൻസറും. ക്ലാസ് നമ്മൾ തുടങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞായിരുന്നു നമ്മുടെ ഫാദർ ഓഫ് സോഷ്യോളജി എന്ന് പറയുന്നത് അല്ലേ, ഫാദർ ഓഫ് സോഷ്യോളജി എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ അഗസ്റ്റ്യ കോംടെ ആണ് അല്ലേ, ഫാദർ ഓഫ് സോഷ്യോളജി. അപ്പോൾ ഈ ഫാദർ ഓഫ് സോഷ്യോളജിയെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് സോഷ്യോളജിയിൽ. അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് ഞാൻ എടുക്കാത്തതിൻ്റെ കാരണം ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാണ്, അഗസ്റ്റ്യ കോംടെയെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. സോ എന്ത് ചെയ്യാം, നമുക്കിപ്പോൾ എന്ത് ചെയ്യാം, അഗസ്റ്റ്യ കോംടെയെ കുറിച്ചും ഹെർബർട്ട് സ്പെൻസറെ കുറിച്ചും പഠിക്കാം. അപ്പോൾ ഇവരൊക്കെ എന്താണ്, സ്ട്രക്ചറൽ ഫങ്ഷൻസിൻ്റെ ഒരു ഫൗണ്ടേഷണൽ അല്ലേ, അതിനെ രൂപപ്പെടുത്തുന്ന തിങ്കേഴ്സിൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് വ്യക്തികളാണ് അഗസ്റ്റ്യ കോംടെയും ഹെർബർട്ട് സ്പെൻസറും എന്ന് പറയുന്നത്. ആദ്യം നമുക്ക് നോക്കേണ്ടത് അഗസ്റ്റ്യ കോംടെയെ കുറിച്ചാണ് അല്ലേ. അദ്ദേഹം എന്ന് പറയുന്നത് ഫാദർ ഓഫ് സോഷ്യോളജിയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിച്ച കാലഘട്ടം നോക്കൂ, 1798 മുതൽ 1857 വരെയാണ്. 1798 മുതൽ 1857 വരെയാണ് അഗസ്റ്റ്യ കോംടെയുടെ കാലഘട്ടം എന്ന് പറയുന്നത് അല്ലേ. അദ്ദേഹം ഫാദർ ഓഫ് സോഷ്യോളജിയാണ്. അതുപോലെ തന്നെ പോസിറ്റിവിസത്തിൻ്റെ ഫൗണ്ടറാണ്. എന്താണ് പോസിറ്റിവിസം എന്നൊക്കെ നമ്മൾ പറയും, ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറയും. അപ്പോൾ ഫൗണ്ടർ ഓഫ് പോസിറ്റിവിസം ആണ് അദ്ദേഹം. ഫസ്റ്റ് പേഴ്സൺ ടു യൂസ് ദ ടേം സോഷ്യോളജി അല്ലേ, നമ്മൾ പറഞ്ഞായിരുന്നു 1839 അല്ലേ. എന്താണ്, പിന്നെ അദ്ദേഹം ആദ്യം സോഷ്യൽ ഫിസിക്സ് എന്നൊക്കെ വിളിച്ചു. പിന്നീട് എന്ത് ചെയ്തു, 1839 സോഷ്യോളജി എന്ത് ചെയ്തത്, സോഷ്യോളജി എന്ന് പറയുന്ന ടേം അദ്ദേഹം ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത്. wanted to apply scientific method to study society അല്ലേ. സൊസൈറ്റിയെ കുറിച്ച് പഠിക്കാൻ സയൻറ്റിഫിക് മെത്തേഡ് അപ്ലൈ ചെയ്യണം എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ചിന്താഗതി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അഗസ്റ്റ്യ കോംടെ എന്ന് പറയുന്നത് 1798 അദ്ദേഹം ജനിക്കുകയും 1857 അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. ഫാദർ ഓഫ് സോഷ്യോളജിയാണ്, പോസിറ്റിവിസത്തിൻ്റെ ഫൗണ്ടറാണ്. സോഷ്യോളജി എന്ന് പറയുന്ന ടേം 1839 ആദ്യമായിട്ട് ഉപയോഗിച്ചു. സയൻറ്റിഫിക് മെത്തേഡ് ടു സ്റ്റഡി സൊസൈറ്റി അപ്ലൈ ചെയ്യാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. ദെൻ ഫസ്റ്റ് ഫിലോസഫർ ഓഫ് സയൻസ് ദ മോഡേൺ സെൻസ് അല്ലേ, അതായത് ആധുനിക അല്ലെങ്കിൽ മോഡേൺ സെൻസിന് അടിസ്ഥാനത്തിൽ സയൻസിൻ്റെ ഫസ്റ്റ് ഫിലോസഫറാണ് അഗസ്റ്റ്യ കോംടെ എന്ന് പറയുന്നത്. കോംടെ ബിലീവ്ഡ് സോഷ്യോളജി ഷുഡ് ബി ബേസ്ഡ് ഓൺ റീസണിങ് ആൻഡ് ഒബ്സർവേഷൻ അല്ലേ. അദ്ദേഹം ചിന്തിച്ചത്, കോംടെ ബിലീവ് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് സോഷ്യോളജി എന്ന് പറയുന്നത് ഷുഡ് ബി ബേസ്ഡ് ഓൺ റീസണിങ് ആൻഡ് ഒബ്സർവേഷൻ അല്ലേ. റീസണിങ് കാര്യകാരണത്തിൻ്റെ അടിസ്ഥാനത്തിലും ഒബ്സർവേഷൻ നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലുമായിരിക്കണം സോഷ്യോളജി എന്ന് പറയുന്നത്. ഓക്കെ, സോഷ്യോളജി എന്ന് പറയുന്നത് റീസണിങ്ങിൻ്റെയും ഒബ്സർവേഷൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇനി നമ്മൾ പറഞ്ഞു അദ്ദേഹം എന്താണ്, പോസിറ്റിവിസത്തിൻ്റെ ഫൗണ്ടർ ആണെന്ന് പറഞ്ഞു അല്ലേ. പോസിറ്റിവിസത്തിൻ്റെ ഫൗണ്ടർ ആണ് എന്ന് പറഞ്ഞു അല്ലേ. അഗസ്റ്റ്യ കോംടെ പോസിറ്റിവിസത്തിൻ്റെ ഫൗണ്ടർ ആണെന്ന് പറഞ്ഞു. എന്താണ് ഈ പോസിറ്റിവിസം എന്ന് നമുക്ക് നോക്കാം. Positivism means studying society using scientific method, observation and facts അല്ലേ. പോസിറ്റിവിസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സ്റ്റഡിയും സൊസൈറ്റി അല്ലേ, സൊസൈറ്റിയെ കുറിച്ച് പഠിക്കുക എങ്ങനെ, യൂസിങ് സയൻറ്റിഫിക് മെത്തേഡ് ശാസ്ത്രീയമായ രീതികൾ ഉപയോഗിച്ചുകൊണ്ടും, ഒബ്സർവേഷൻ നിരീക്ഷണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും, ഫാക്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ടും സൊസൈറ്റിയെ ശാസ്ത്രീയമായി പഠിക്കുന്ന രീതിയാണ് പോസിറ്റിവിസം എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. പോസിറ്റിവിസം എന്ന് പറയുന്നത് സൊസൈറ്റിയെ നമ്മൾ സയൻറ്റിഫിക് മെത്തേഡ് വെച്ചിട്ടും ഒബ്സർവേഷൻ വെച്ചിട്ടും ഫാക്റ്റ് വെച്ചിട്ടും പഠിക്കുക എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, പോസിറ്റിവിസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സോ അദ്ദേഹത്തിൻ്റെ ഇനി ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കീ പോയിന്റ്സ് എന്ന് പറയുന്നത് നോളജ് ഷുഡ് ബി ബേസ്ഡ് ഓൺ ഒബ്സർവേഷൻ ആൻഡ് എക്സ്പീരിയൻസ് അല്ലേ. നോളജ് എപ്പോഴും എന്തിൻ്റെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കണം, ഒബ്സർവേഷൻ്റെയും എക്സ്പീരിയൻസിൻ്റെയും അല്ലേ, നിരീക്ഷണത്തിൻ്റെയും അനുഭവത്തിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കണം വിജ്ഞാനം എന്ന് പറയുന്നത്. ദെൻ റിജക്റ്റഡ് മെറ്റാഫിസിക്കൽ ആൻഡ് തിയോളജിക്കൽ എക്സ്പ്ലനേഷൻസ് അല്ലേ.
മെറ്റാഫിസിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ എന്താ പറയുക, സൂപ്പർ നാച്ചുറൽ പവറിനൊക്കെ എതിർക്കുന്ന, അതായത് സൂപ്പർ നാച്ചുറൽ പവറിനെ എതിർക്കുന്ന ആ ഒരു കാര്യത്തെയും അതുപോലെ തന്നെ ദൈവശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളിനെയും എന്ത് ചെയ്യുന്നു, അവർ റിജക്റ്റ് ചെയ്യുന്നു. ആ മെറ്റാഫിസിക്കലും തിയോളജിക്കലും എന്താണെന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. അദ്ദേഹത്തിൻ്റെ ഒരു തിയറി തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മെറ്റാഫിസിക്കൽ എന്താണെന്നും തിയോളജിക്കൽ എന്താണെന്നും അറിയും. അപ്പോൾ അദ്ദേഹം മെറ്റാഫിസിക്കലിനെയും തിയോളജിക്കൽ എക്സ്പ്ലനേഷനും അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം റിജക്റ്റ് ചെയ്തു. സോഷ്യോളജി ഷുഡ് ബി ആസ് സയൻറ്റിഫിക് ആസ് ഫിസിക്സ് ഓർ ബയോളജി, അല്ലേ? ഫിസിക്സിൻ്റെയും ബയോളജിയൊക്കെ പോലെ ഷുഡ് ബി സയൻറ്റിഫിക് ആയിരിക്കണം സോഷ്യോളജി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കോംറ്റെ ബിലീവ്ഡ് സോഷ്യോളജി ഇസ് ദ ക്യൂൺ ഓഫ് സയൻസ്, അല്ലെങ്കിൽ മദർ ഓഫ് ഓൾ സയൻസ്, അല്ലേ? മദർ ഓഫ് ഓൾ സയൻസ് എന്നും ചിലപ്പോൾ സോഷ്യോളജിയിലെ ക്യൂൺ ഓഫ് സയൻസ് എന്നും അല്ലെങ്കിൽ അതിൻ്റെ മദർ ഓഫ് ഓൾ സയൻസ് എന്നും വിശേഷിപ്പിച്ചത് ആര് എന്ന് ചോദിച്ചാൽ അത് കോംറ്റെ ആണ്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ പോസിറ്റിവിസം തിയറിയിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ വളരെ ചുരുക്കിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. കൃത്യമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് വേണ്ട പോയിന്റുകൾ ഷോർട്ട് നോട്ട് ആക്കിയിട്ട് എഴുതിയെടുക്കാം. ഒരുപാട് പോയിന്റ് സ്ലൈഡിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നും ഇതെല്ലാം പഠിക്കണമെന്ന് തോന്നും. അപ്പോൾ പോയിന്റ്സിനെ ഒന്ന് ചുരുക്കിയിട്ട് ഷോർട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ എലാബറേഷൻ ഞാൻ ഈ ക്ലാസ് എടുക്കുന്ന കൂടെ തന്നെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ പോസിറ്റിവിസത്തിൻ്റെ ഫൗണ്ടറാണ് നമ്മുടെ കോംറ്റെ. അദ്ദേഹം പറയുന്നത് പോസിറ്റിവിസം എന്ന് പറയുന്നത് നമ്മൾ എന്താണ്, സൊസൈറ്റിയെ സയൻറ്റിഫിക് മെത്തേഡ് ഉപയോഗിച്ചിട്ടും ഒബ്സർവേഷൻ വെച്ചിട്ടും ഫാക്ട് വെച്ചിട്ടൊക്കെ പഠിക്കുന്നതിനെയാണ് നമ്മൾ പോസിറ്റിവിസം എന്ന് പറയുന്നത്, അല്ലേ? ദെൻ ഈ പോസിറ്റിവിസം എന്ന് പറയുന്നത് എ ഫിലോസഫിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ മൂവ്മെന്റ് വിച്ച് എൻജോയ്ഡ് എ വെരി വൈഡ് ഡിഫ്യൂഷൻ ഇൻ ദ സെക്കൻഡ് ഹാഫ് ഓഫ് ദി 19th സെഞ്ച്വറി. നമ്മുടെ 19th സെഞ്ച്വറിയുടെ രണ്ടാം പകുതിയുടെ സമയത്താണ് ഈ പോസിറ്റിവിസം എന്ന് പറയുന്ന ഒരു ഫിലോസഫിക്കൽ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് എന്ത് ചെയ്യാൻ തുടങ്ങിയത്, കൂടുതലായിട്ട് വൈഡ്ലി ഡിഫ്യൂഷൻ ചെയ്യാൻ തുടങ്ങിയത്. ദെൻ കോംറ്റെ പോസിറ്റിവിസം ഈസ് നോട്ട് എ ഫിലോസഫി ഓഫ് സയൻസ് ബട്ട് എ പൊളിറ്റിക്കൽ ഫിലോസഫി, അല്ലേ? അദ്ദേഹത്തിൻ്റെ ഈ പോസിറ്റിവിസം എന്ന് പറയുന്നത് അതൊരു ഫിലോസഫി ഓഫ് സയൻസ് മാത്രം അല്ലായിരുന്നു, അതൊരു പൊളിറ്റിക്കൽ ഫിലോസഫി കൂടിയായിരുന്നു. ഓക്കെ, അതൊരു പൊളിറ്റിക്കൽ ഫിലോസഫി കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പോസിറ്റിവിസം എന്ന് പറയുന്നത്. ദെൻ ഒരു 1826 in 1826 കോംറ്റെ began a series of lectures on his system of positive philosophy for a private audience. അദ്ദേഹത്തിൻ്റെ ഒരു ലെക്ചറാണ് സിസ്റ്റം ഓഫ് പോസിറ്റീവ് ഫിലോസഫി. ഈ ഒരു ലെക്ചർ അദ്ദേഹം ഒരു പ്രൈവറ്റ് ഓഡിയൻസിന് വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, ബിഗാൻ ചെയ്തു. ആ ഒരു സീരീസ് അദ്ദേഹം തുടങ്ങി. ഫ്രം ഡേവിഡ് ഹ്യൂം ആൻഡ് ഇമ്മാനുവൽ കാന്റ് ഹി ഡിറൈവ്ഡ് ഹിസ് കൺസെപ്ഷൻ ഓഫ് പോസിറ്റിവിസം. വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. അദ്ദേഹം ഡേവിഡ് ഹ്യൂം എന്ന് പറയുന്ന വ്യക്തിയും അതുപോലെ തന്നെ ഇമ്മാനുവൽ കാന്റ്, ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് എഴുതി തരാം. ഡേവിഡ് ഹ്യൂം ആൻഡ് ഇമ്മാനുവൽ കാന്റ്. ഓക്കെ, ഡേവിഡ് ഹ്യൂമിൻ്റെയും ഇമ്മാനുവൽ കാന്റിൻ്റെയും ഒരു അവരിൽ നിന്നൊക്കെ പ്രചോദനം ഉൾക്കൊണ്ടാണ് അദ്ദേഹം പോസിറ്റിവിസം എന്ന് പറയുന്ന കൺസെപ്ഷൻ അദ്ദേഹം ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. The theory that theology and metaphysics are earlier imperfect modes of knowledge and that positive knowledge is based on natural phenomena and their properties and relations as verified by the empirical science. നമ്മളിവിടെ പറഞ്ഞ പോയിന്റ്, അദ്ദേഹം മെറ്റാഫിസിക്കലിനെയും തിയോളജിക്കൽ എക്സ്പ്ലനേഷനും റിജക്റ്റ് ചെയ്തു. അദ്ദേഹം എന്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകിയത്, പോസിറ്റിവിസം അഥവാ നാച്ചുറൽ ഫിനോമിനക്കാണ് അദ്ദേഹം പ്രാധാന്യം, അല്ലെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടീസിന് കൂടുതൽ പ്രാധാന്യം അദ്ദേഹം നൽകി. അത് വെരിഫൈ ചെയ്യേണ്ടത് എംപിറിക്കൽ സയൻസ് വെച്ചിട്ടാണ് അത് വെരിഫൈ ചെയ്യേണ്ടത് എന്നും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഈ ഒരു പോസിറ്റീവ് ഫിലോസഫിയുടെ കോൺട്രിബ്യൂഷൻ പ്രധാനമായിട്ടും 5 പോയിന്റ്സിലാണ് എന്ത് ചെയ്യുന്നത്, അത് ഫോൾ ഡൗൺ ചെയ്തിരിക്കുന്നത്. ആ 5 പോയിന്റ്സ് ഞാൻ പറയാം, ആവശ്യമുള്ളവർ എഴുതിയെടുത്താൽ മതി, നിർബന്ധമല്ല, മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഹിസ് റിഗറസ് അഡോപ്ഷൻ ഓഫ് ദി സയൻറ്റിഫിക് മെത്തേഡ്. ഇവിടെ പറഞ്ഞ പോലെ തന്നെ സയൻറ്റിഫിക് മെത്തേഡ് എന്ന് പറഞ്ഞല്ലോ, അല്ലേ? സയൻറ്റിഫിക് മെത്തേഡിൻ്റെ ഒരു അഡോപ്ഷൻ, അല്ലേ? അദ്ദേഹം എന്ത് ചെയ്തു, സയൻറ്റിഫിക് മെത്തേഡ് അഡോപ്റ്റ് ചെയ്തു. ഹിസ് ലോ ഓഫ് 3 സ്റ്റേജ് ഓർ സ്റ്റേജസ് ഓഫ് ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ്. അദ്ദേഹത്തിൻ്റെ മറ്റൊരു തിയറിയാണ് ലോ ഓഫ് 3 സ്റ്റേജ്. അപ്പോൾ അതിൻ്റെ ഒരു ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ്, ലോ ഓഫ് 3 സ്റ്റേജ് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ ഹിസ് ക്ലാസിഫിക്കേഷൻ ഓഫ് ദി സയൻസ്, അദ്ദേഹത്തിൻ്റെ മറ്റൊരു തിയറിയാണ് ഹൈറാർക്കി ഓഫ് സയൻസ് എന്ന് പറയുന്ന ഒരു തിയറി. അപ്പോൾ അതും അദ്ദേഹത്തിൻ്റെ ഈ ഒരു പോസിറ്റിവിസത്തിൽ വരുന്നതാണ്.
നാലാമത്തതാണ് ഹിസ് കൺസെപ്ഷൻ ഓഫ് ദി ഇൻകംപ്ലീറ്റ് ഫിലോസഫി ഓഫ് ഈച്ച് ഓഫ് ദി സയൻസ് ആൻറ്റീരിയർ ടു സോഷ്യോളജി. അതായത് സോഷ്യോളജിക്ക് അദ്ദേഹം കൊടുത്തൊരു പ്രാധാന്യം ആ ഒരു ഹൈറാർക്കി ഓഫ് സയൻസ് പറയുമ്പോൾ അത് മനസ്സിലാകും. ദെൻ ഹിസ് സിന്തസിസ് ഓഫ് എ പോസിറ്റീവ് സോഷ്യൽ ഫിലോസഫി ഇൻ എ യൂണിഫൈഡ് ഫോം അല്ലേ. പോസിറ്റീവ് ഫിലോസഫിനെ എന്ത് ചെയ്യുന്നു, ഒരു യൂണിഫൈഡ് ഫോമിലോട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു, അദ്ദേഹം സിന്തസിസ് ചെയ്യുന്നു. അങ്ങനെ 5 പോയിന്റുകളാണ് പ്രധാനമായിട്ട് ഈ പോസിറ്റിവിസത്തിൽ പറയാനുള്ളത്. ഒന്ന്, അദ്ദേഹം സയൻറ്റിഫിക് മെത്തേഡിൻ്റെ ഒരു അഡോപ്ഷന്. 2, അദ്ദേഹത്തിൻ്റെ ലോ ഓഫ് 3 സ്റ്റേജ്. 3, ഹൈറാർക്കി ഓഫ് സയൻസ്. 4-മത്തെന്ന് പറയുന്നത് എന്താണ്, ഈ സോഷ്യോളജിക്ക് അദ്ദേഹം കൊടുത്ത ഒരു ആൻറ്റീരിയർ പൊസിഷൻ എന്താണെന്നുള്ളതും. പിന്നെ അദ്ദേഹം എന്ത് ചെയ്യുന്നു, പോസിറ്റീവ് സോഷ്യൽ ഫിലോസഫിയെ ഒരു യൂണിഫൈഡ് ഫോം ആക്കാൻ അദ്ദേഹം ഉപയോഗിച്ച സിന്തസിസ്. He sought a system of philosophy that could form a basis for political organization appropriate to modern industrial society. അല്ലേ, മോഡേൺ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിക്ക് അപ്രോപ്രിയേറ്റ് ആവുന്ന ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ്റെ ബേസാണ് അദ്ദേഹം എന്ത് ചെയ്തത്, ഈ ഒരു സിസ്റ്റം ഓഫ് ഫിലോസഫിയിലൂടെ അദ്ദേഹം മുന്നോട്ട് വയ്ക്കാൻ അദ്ദേഹം ശ്രമിച്ചത്. സോ ഇനി ഈ ഒരു പോസിറ്റിവിസത്തിൻ്റെ അദ്ദേഹം പറഞ്ഞ ക്യാരക്ടറിസ്റ്റിക്സ് ഏതൊക്കെയാണ്? സയൻസ് ഈസ് ദ ഓൺലി വാലിഡ് നോളജ്. സയൻസിനാണ് വാലിഡ് നോളജ് ഉള്ളത്. ഓക്കെ. ദെൻ ഫാക്ട് ഈസ് ദ ഒബ്ജക്റ്റ് ഓഫ് നോളജ്. ഫാക്ട് എന്ന് പറയുന്നത് നോളജിൻ്റെ ഒബ്ജക്റ്റ് ആണ്, ഒബ്ജക്റ്റ് ഓഫ് നോളജ് ആണ്. സയൻസ് ഈസ് ദ ഓൺലി വാലിഡ് നോളജ്. ദെൻ ഫാക്ട് ഈസ് ദ ഒബ്ജക്റ്റ് ഓഫ് നോളജ്. ഫിലോസഫി ഡസ് നോട്ട് പോസസ് എ മെത്തേഡ് ഡിഫറെൻറ്റ് ഫ്രം സയൻസ് അല്ലേ. ഫിലോസഫി എന്ന് പറയുന്നത് സയൻസിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡൊന്നും എന്ത് ചെയ്യുന്നില്ല, അത് പൊസസ് ചെയ്യുന്നില്ല, അത് കൈവശം വെക്കുന്നൊന്നുമില്ല. The task of philosophy is to find the general principle common to all sciences and to use these principles as guide to human conduct and as the basis of social organization. അല്ലേ, the task of philosophy അല്ലേ, ഫിലോസഫിയുടെ ടാസ്ക് എന്ന് പറയുന്നത് ഈസ് ടു ഫൈൻഡ് ദ ജനറൽ പ്രിൻസിപ്പിൾ അല്ലേ, ജനറൽ പ്രിൻസിപ്പിൾ കണ്ടുപിടിക്കുകയും കോമൺ ടു ഓൾ സയൻസസ് അല്ലേ, എല്ലാ സയൻസിനും കോമൺ ആയിട്ടുള്ള ജനറൽ പ്രിൻസിപ്പിൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഫിലോസഫിയുടെ ടാസ്ക് എന്ന് പറയുന്നത്. ആൻഡ് ടു യൂസ് ദീസ് പ്രിൻസിപ്പിൾ അല്ലേ, എന്നിട്ട് ആ കണ്ടെത്തിയ പ്രിൻസിപ്പിൾ അവർ ഉപയോഗിക്കണം എങ്ങനെ, ആസ് ഗൈഡ് ടു ഹ്യൂമൻ കണ്ടക്റ്റ്, ഹ്യൂമൻ കണ്ടക്റ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഹ്യൂമൻ്റെ കണ്ടക്റ്റിനെ ഗൈഡ് ചെയ്യാൻ അവർ എന്ത് ചെയ്യുക, ഉപയോഗിക്കുക. ആൻഡ് ആസ് ദ ബേസിസ് ഓഫ് സോഷ്യൽ ഓർഗനൈസേഷൻ അല്ലേ, സാമൂഹിക ഓർഗനൈസേഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, അത് ഉപയോഗിക്കുക അല്ലേ. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഫിലോസഫിയുടെ ടാസ്ക് എന്ന് പറയുന്നത് എല്ലാ സയൻസിലും കോമൺ ആയിട്ടുള്ള ജനറൽ പ്രിൻസിപ്പിൾ കണ്ടെത്തുകയും അത് സമൂഹത്തിൻ്റെ ഓർഗനൈസേഷനും ഹ്യൂമൻ കണ്ടക്റ്റിൻ്റെ ഗൈഡൻസിനും വേണ്ടിയിട്ട് ഉപയോഗിക്കുക എന്നതാണ് പോസിറ്റിവിസത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറഞ്ഞത് സയൻസ് ഈസ് ദ ഓൺലി വാലിഡ് നോളജ്, ഫാക്ട് ഈസ് ദ ഒബ്ജക്റ്റ് ഓഫ് നോളജ്. ഫിലോസഫി എന്ന് പറയുന്നത് സയൻസിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡൊന്നും പൊസസ് ചെയ്യുന്നില്ല. ഫിലോസഫിയുടെ ടാസ്ക് എന്ന് പറയുന്നത് എല്ലാ സയൻസിനും കോമൺ ആയിട്ടുള്ള ജനറൽ പ്രിൻസിപ്പിൾ കണ്ടെത്തിയിട്ട് ഹ്യൂമൻ കണ്ടക്റ്റിനെ ഗൈഡ് ചെയ്യാനും അതുപോലെ തന്നെ സോഷ്യൽ ഓർഗനൈസേഷൻ്റെ ബേസ് ആയിട്ടും ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇത്രയും ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അദ്ദേഹം പോസിറ്റിവിസത്തിന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ പോസിറ്റിവിസം എന്ന് പറയുന്നത്. പോസിറ്റിവിസം എന്ന് പറയുന്നത് ഒരു ഫിലോസഫിക്കൽ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ മൂവ്മെൻ്റ് ആണ്. 19-ാം നൂറ്റാണ്ടിൻ്റെ 2ാം പകുതിയിലായിരുന്നു അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതൊരു ഫിലോസഫി എന്നതിനേക്കാട്ടിലുപരി ഇതൊരു പൊളിറ്റിക്കൽ ഫിലോസഫിയാണ്. ഈ ഒരു 1826 സിസ്റ്റം ഓഫ് പോസിറ്റീവ് പോളിസി എന്ന് പറയുന്നൊരു ലെക്ചർ അദ്ദേഹം പ്രൈവറ്റ് ഓഡിയൻസിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്യുകയും അങ്ങനെ ഡേവിഡ് ഹ്യൂമിൻ്റെയും ഇമ്മാനുവൽ കാന്റിൻ്റെയും സഹായത്തോട് കൂടിയിട്ടാണ് അദ്ദേഹം പോസിറ്റിവിസം എന്ന് പറയുന്ന തിയറി ഇംപ്ലിമെൻ്റ് ചെയ്തത്. ഇതിൽ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത് തിയോളജി അതേപോലെ തന്നെ മെറ്റാഫിസിക്സ് സ്റ്റേജിനെ നിരാകരിച്ചിട്ട് നാച്ചുറൽ ഫിനോമിനയ്ക്കും അതിൻ്റെ പ്രോപ്പർട്ടീസിനുമാണ് അദ്ദേഹം പ്രാധാന്യം നൽകിയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം സയൻറ്റിഫിക് മെത്തേഡിനെ അഡോപ്റ്റ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ ലോ ഓഫ് 3 സ്റ്റേജ്, ഹൈറാർക്കി ഓഫ് സയൻസ്, സോഷ്യോളജിക്ക് അദ്ദേഹം നൽകിയ പ്രാധാന്യം, അതുപോലെ തന്നെ പോസിറ്റിവിസ്റ്റ് സോഷ്യൽ ഫിലോസഫി യൂണിഫൈ ചെയ്യാനൊക്കെ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അദ്ദേഹം പറഞ്ഞത് പോസിറ്റിവിസം എന്ന് പറയുന്നത് നമ്മൾ സയൻറ്റിഫിക് മെത്തേഡും ഒബ്സർവേഷനും ഫാക്റ്റൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ് സൊസൈറ്റിയെ പഠിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ പോസിറ്റിവിസം എന്ന് പറയുന്നത്. ദെൻ സോഷ്യോളജി എന്ന് പറയുന്നത് ഫിസിക്സ് അല്ലെങ്കിൽ ബയോളജിയുടെ പോലെ സയൻറ്റിഫിക് ആയിരിക്കണം. പിന്നെ അദ്ദേഹം എന്ത് ചെയ്തു, സോഷ്യോളജിയെ ക്യൂൺ ഓഫ് സയൻസ് അല്ലെങ്കിൽ മദർ ഓഫ് ഓൾ സയൻസ് എന്ന് അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം വിശേഷിപ്പിച്ചിരുന്നു. പിന്നെ അദ്ദേഹം പിന്നെ ഒരു ഫ്രഞ്ച് സോഷ്യോളജിസ്റ്റ് ആയിരുന്നു. അത് അതിൻ്റെ കൂടെ ഒന്ന് പഠിച്ചിട്ട് വെക്കുക. അദ്ദേഹം ഒരു ഫ്രഞ്ച് സോഷ്യോളജിസ്റ്റ് ആയിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ജീവചരിത്രത്തിൽ പറയുകയാണെങ്കിൽ 1824 അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഹി ബിക്കെയിം എ സെക്രട്ടറി ടു സെയിൻറ്റ് സൈമൺ. സെയിൻറ്റ് സൈമണിൻ്റെ സെക്രട്ടറി ആയിട്ട് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അദ്ദേഹം
സെക്രട്ടറി ആയിരുന്നു. ദെൻ ഫസ്റ്റ് ഫിലോസഫർ ഓഫ് സയൻസ് ഇൻ ദ മോഡേൺ സെൻസ്. ഓക്കെ, പിന്നെ മോഡേൺ സെൻസിലെ ഒരു ഫസ്റ്റ് ഫിലോസഫർ ആയിരുന്നു. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് സോഷ്യോളജി ആസ് എ ഡിസിപ്ലിൻ ബൈ കോംറ്റെ ആൻഡ് പോപ്പുലറൈസിംഗ് സയന്റിഫിക് മെത്തേഡ് ഫോർ സ്റ്റഡിയിങ് സോഷ്യൽ കണ്ടീഷൻ വിത്ത് ഒബ്സർവേഷൻ, എക്സ്പീരിമെന്റ് ആൻഡ് അനാലിസിസ് പേവ്ഡ് എ പാത്ത് ഫോർ ഇറ്റ്സ് ഇന്റലക്ച്വൽ പ്രോഗ്രസ്. അല്ലേ, അപ്പോൾ സോഷ്യോളജിയെ അദ്ദേഹം ഒരു ഡിസിപ്ലിൻ ആക്കാൻ അദ്ദേഹം സഹായിച്ചു. അതുപോലെ തന്നെ സയന്റിഫിക് മെത്തേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് അതിനെ പോപ്പുലറൈസ് ചെയ്യാൻ അദ്ദേഹം ശ്രമിച്ചു. അദ്ദേഹം എന്ത് ചെയ്തു? സോഷ്യൽ ഒബ്സർവേഷൻ വഴി സോഷ്യൽ കണ്ടീഷൻസ് പഠിക്കുക, എക്സ്പീരിമെൻ്റ് വഴി സോഷ്യൽ കണ്ടീഷൻ പഠിക്കുക, അതുപോലെ തന്നെ അനാലിസ് ചെയ്യുക. ഇതൊക്കെ എന്ത് ചെയ്തു? സോഷ്യോളജിയിൽ ഒരു ഇൻ്റലക്ച്വൽ പ്രോഗ്രസ്സിന് അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം വഴിയൊരുക്കി എന്നാണ് പറയുന്നത്. Comte, being sensitive to the kind of social disorders that France was undergoing due to the revolution, was keenly interested in human affairs and the study of society. അല്ലേ, കോംറ്റെ ഒന്നുകൂടി എന്തായിരുന്നു? അപ്പോൾ കോംറ്റയുടെ ആ ഒരു സമയത്ത് ഇപ്പോൾ 1798 അദ്ദേഹം ജനിച്ചെന്ന് പറഞ്ഞു അല്ലേ. അതായത് ഒരു ഫ്രഞ്ച് റവല്യൂഷന് സമയത്ത് അല്ലേ. ഈ റവല്യൂഷന് സമയത്ത് ഫ്രാൻസിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെ അദ്ദേഹം എന്ത് ചെയ്തു? കീൻലി ഒബ്സർവ് ചെയ്ത് ഹ്യൂമൻ അഫയേഴ്സിൽ വന്ന മാറ്റങ്ങളൊക്കെ നോക്കിയിട്ടായിരുന്നു അദ്ദേഹം എന്ത് ചെയ്തിരുന്നത്? അദ്ദേഹം ആ ഒരു സോഷ്യൽ ഡിസോർഡറിനെ പഠിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. Prior to the term sociology, Comte came up with the term social physics, which shows his inclination towards developing a science of the society along the lines of the natural science, like physics. അദ്ദേഹം ആദ്യം സോഷ്യോളജിയെ സോഷ്യൽ ഫിസിക്സ് എന്നായിരുന്നു അദ്ദേഹം വിളിച്ചിരുന്നത്. ഓക്കെ, സോഷ്യൽ ഫിസിക്സ്. He advocated that just as the natural laws that apply to the natural world, we can also formulate social laws that can be applied to the study of society to make it scientific. അദ്ദേഹം അഡ്വക്കേറ്റ് ചെയ്തൊരു കാര്യം, നമ്മൾ നാച്ചുറൽ ലോസുകൾ അല്ലേ, പ്രകൃതിപരമായ നിയമങ്ങൾ നമ്മൾ നാച്ചുറൽ വേൾഡിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് വി ക്യാൻ ഓൾസോ ഫോർമുലേറ്റ് സോഷ്യൽ ലോസ്, നമുക്ക് സാമൂഹിക നിയമങ്ങൾ ഫോർമുലേറ്റ് ചെയ്യാൻ കഴിയും. ദാറ്റ് ക്യാൻ ബി അപ്ലൈഡ്. ആ ഒരു സോഷ്യൽ ലോസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സൊസൈറ്റിയെ സയൻറ്റിഫിക് ആയിട്ട് പഠിക്കുന്ന രീതിയിൽ നമുക്ക് ഉപയോഗപ്പെടുത്താനും പറ്റും എന്നാണ് അദ്ദേഹം പറയുന്നത് അല്ലേ. അദ്ദേഹം പറയുന്നത് കോംറ്റെ എന്ന് പറയുന്നത് സോഷ്യോളജി എന്ന് പറയുന്നത് റീസണിങ്ങിൻ്റെയും ഒബ്സർവേഷൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കണം എന്നാണ് പറയുന്നത്. പിന്നെ അദ്ദേഹത്തെ സെയിൻറ്റ് സൈമൺ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. കോംറ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അക്കൗണ്ടൻസ് ഇൻ പാരീസ് വാസ് ഹെൻറി ഡി സെയിൻറ്റ് സൈമൺ, എ ഫ്രഞ്ച് സോഷ്യൽ റിഫോമർ ആൻഡ് വൺ ഓഫ് ദ ഫൗണ്ടേഴ്സ് ഓഫ് സോഷ്യലിസം. അല്ലേ, സോഷ്യലിസത്തിൻ്റെ ഒരു ഫൗണ്ടറും അതുപോലെ തന്നെ ഫ്രഞ്ച് സോഷ്യൽ റിഫോമറുമായിട്ടുള്ള സെയിൻറ്റ് സൈമൺ അദ്ദേഹത്തെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. who was the first to clearly see the importance of economic organization in modern society. അല്ലേ, അതായത് മോഡേൺ സൊസൈറ്റിയിൽ എക്കണോമിക് ഓർഗനൈസേഷൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് ക്ലിയർലി ഒരു പിക്ചർ തന്ന ഒരു വ്യക്തിയായിരുന്നു സെയിൻറ്റ് സൈമൺ എന്ന് പറയുന്നത്. കോംറ്റെ ഐഡിയാസ് വെർ വെരി സിമിലിയർ ടു സെയിൻറ്റ് സൈമൺ. അല്ലേ, കോംറ്റയുടെ ഐഡിയാസ് ഒക്കെ സെയിൻറ്റ് സൈമണുമായിട്ട് വളരെയധികം സിമിലിയർ ആണ്. ആൻഡ് സം ഓഫ് ഹിസ് ഏർലിയസ്റ്റ് ആർട്ടിക്കിൾസ് അപ്പിയർഡ് ഇൻ സെയിൻറ്റ് സൈമൺ പബ്ലിക്കേഷൻ. ഈ സെയിൻറ്റ് സൈമണിൻ്റെ പബ്ലിക്കേഷനിൽ ഇദ്ദേഹത്തിൻ്റെ ആദ്യകാലത്തുള്ള ആർട്ടിക്കിൾസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. From Saint Simon, he came to appreciate the need for a basic and unifying social science that would both explain existing social organization and guide social planning for a better future. അല്ലേ, അപ്പോൾ സയൻസ് സൈമണിൽ നിന്നാണ് അദ്ദേഹം എന്ത് മനസ്സിലാക്കിയത്? സോഷ്യോളജി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് വരണം, അതായത് ഒരു എല്ലാത്തിനെയും യൂണിഫൈ ചെയ്തുകൊണ്ട് എല്ലാത്തിൻ്റെയും ബേസിന് ആവശ്യകതകൾ പാലിക്കുന്ന ഒരു സോഷ്യൽ സയൻസ് വരണം. അതിൽ സോഷ്യൽ ഓർഗനൈസേഷൻ്റെ എക്സിസ്റ്റിങ്ങിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യണം, അതിൻ്റെ ഗൈഡൻസിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യണം, ബെറ്റർ ഫ്യൂച്ചറിന് വേണ്ടി ഒരു സോഷ്യൽ പ്ലാനിങ് ഒക്കെ നടത്തണം. ദ ന്യൂ സയൻസ് ഈസ് കോൾഡ് സോഷ്യോളജി ഫോർ ദ ഫസ്റ്റ് ടൈം. അങ്ങനെ സയൻസ് സൈമണിൻ്റെ ഒരു ഇൻസ്പിറേഷൻ വഴിയാണ് അദ്ദേഹം എന്ത് ചെയ്തത്? സോഷ്യോളജി എന്ന് പറയുന്ന ഒരു പുതിയ സയൻസ് അദ്ദേഹം ഫസ്റ്റ് ടൈം അദ്ദേഹം എന്ത് ചെയ്തത്? ക്രിയേറ്റ് ചെയ്തത്. The thought of several important French political philosophers of the 18th century, such as Montesquieu, അതുപോലെ തന്നെ മാർക്യൂസ് ഡി കോണ്ടോർസെറ്റ്, R.J. Turgot and Joseph D. Meister were critically worked into his own system of thought. അല്ലേ, ഒരുപാട് ഫ്രഞ്ച് പൊളിറ്റിക്കൽ ഫിലോസഫർ 18ാം നൂറ്റാണ്ടിലെ ഒരുപാട് ഫ്രഞ്ച് പൊളിറ്റിക്കൽ ഫിലോസഫർ അദ്ദേഹത്തെ എന്ത് ചെയ്തിട്ടുണ്ട്? അദ്ദേഹത്തിൻ്റെ തോട്ടുകൾ ക്രിട്ടിക്കലി, പ്രത്യേകിച്ച് മൊണ്ടേസ്ക്യൂ, തർഗോട്ട് എന്നൊക്കെ പറയുന്ന വ്യക്തികൾ. ഹി ഡിവോട്ടഡ് ഹിംസെൽഫ്
for the promotion and systemization of his ideas and to their application in the course of improvement of society. അദ്ദേഹത്തിൻ്റെ തിയറികളെല്ലാം തന്നെ സൊസൈറ്റിയുടെ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത്, അദ്ദേഹം ചെലവാക്കിയിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ബയോഗ്രഫിയും അദ്ദേഹത്തിൻ്റെ ആദ്യ തിയറി ആയിട്ടുള്ള പോസിറ്റിവിസം എന്ന് പറയുന്നത്. അപ്പോൾ സെയിൻറ്റ് സൈമണിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് പറയാം, അതുപോലെ തന്നെ അദ്ദേഹം എങ്ങനെയാണ് സോഷ്യോളജി എന്ന് പറയുന്ന ഒരു പുതിയ സയൻസിൽ ഡെവലപ്പ് ചെയ്യുന്ന അദ്ദേഹത്തിന് കാരണമായ കാരണങ്ങൾ നോക്കുക. അദ്ദേഹം ജനിച്ച സമയത്ത് ഫ്രാൻസിൻ്റെ അവസ്ഥ എന്തായിരുന്നു, റവല്യൂഷൻ്റെ ആ ഒരു ഘട്ടത്തിലായിരുന്നു എന്നൊക്കെ എന്ത് ചെയ്യാം, ഒന്ന് ആലോചിച്ച് വയ്ക്കാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിയറിയാണ് ലോ ഓഫ് 3 സ്റ്റേജ്. നമ്മൾ മുന്നേ പോസിറ്റിവിസം പറഞ്ഞപ്പോൾ നമ്മളൊരു ലോ ഓഫ് 3 സ്റ്റേജിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തായിരുന്നു. അപ്പോൾ ഇനി എന്താണ് ലോ ഓഫ് 3 സ്റ്റേജ് എന്താണെന്ന് നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറിയാണ്. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട് അല്ലേ. ഇതിലൊരു 3 ഘട്ടങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ലോ ഓഫ് 3 സ്റ്റേജ് അല്ലേ. കോംതെ സെഡ് ഹ്യൂമൻ തിങ്കിങ് ആൻഡ് സൊസൈറ്റി ഡെവലപ്പ് ത്രൂ 3 സ്റ്റേജസ് ഡിസ്കസ്ഡ് ഇൻ ഹിസ് ബുക്ക് പോസിറ്റീവ് ഫിലോസഫി. അദ്ദേഹത്തിൻ്റെ പുസ്തകമായ പോസിറ്റീവ് ഫിലോസഫിയിലാണ് അദ്ദേഹം ലോ ഓഫ് 3 സ്റ്റേജിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നു ഹ്യൂമൻ തിങ്കിങ്, മനുഷ്യൻ്റെ ചിന്താഗതികൾ എന്ന് പറയുന്നത്, അതുപോലെ തന്നെ സൊസൈറ്റിയുടെ ഡെവലപ്പ് എന്ന് പറയുന്നത് പ്രധാനമായിട്ട് 3 ഘട്ടങ്ങളിലൂടെയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. മനുഷ്യൻ്റെ ചിന്താഗതികളും അതുപോലെ തന്നെ ഒരു സൊസൈറ്റിയുടെ ഡെവലപ്പും 3 സ്റ്റേജിലൂടെയാണ് അദ്ദേഹം പറയുന്നത്. അത് ഏത് പുസ്തകത്തിലാണ് പറയുന്നത്? പോസിറ്റീവ് ഫിലോസഫിയിൽ. ഒന്നാമത്തെ സ്റ്റേജാണ് തിയോളജിക്കൽ സ്റ്റേജ്. ഓക്കെ, അപ്പോൾ നമുക്ക് തിയോളജിക്കൽ സ്റ്റേജ്, രണ്ടാമത്തെ സ്റ്റേജ് മെറ്റാഫിസിക്കൽ സ്റ്റേജ്, മൂന്നാമത്തെ സ്റ്റേജ് പോസിറ്റീവ് സ്റ്റേജ്. മെറ്റാഫിസിക്കൽ സ്റ്റേജ്, പോസിറ്റീവ് അല്ലെങ്കിൽ സയൻറ്റിഫിക് സ്റ്റേജ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ സ്റ്റേജ് എന്താണ്? തിയോളജിക്കൽ അല്ലേ. തിയോളജി, ദൈവശാസ്ത്രം എന്ന് നിങ്ങൾക്ക് കേട്ടായിരിക്കും അല്ലേ. അപ്പോൾ ഈ ഒരു പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് പോസിറ്റീവ്, അപ്പോൾ ആ ഒരു പോയിന്റ് മനസ്സിലാക്കുക. പോസിറ്റീവ് ഫിലോസഫി എന്ന് പറയുന്ന പുസ്തകത്തിലാണ് ഇദ്ദേഹം ഈ ഒരു തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വിച്ച് ഇംപ്ലൈ ദാറ്റ് സൊസൈറ്റി, ഇൻഡിവിജ്വൽ, മൈൻഡ്, വേൾഡ്, ഹിസ്റ്ററി ആൻഡ് ഈച്ച് പെർട്ടിക്കുലർ സയൻസ് ഡെവലപ്പ് ത്രൂ 3 ഡിഫറെൻറ്റ് മെൻ്റലി കൺസീവ്ഡ് സ്റ്റേജ് അല്ലേ. സൊസൈറ്റി ആയിക്കോട്ടെ, വ്യക്തികളുടെ മൈൻഡ് ആയിക്കോട്ടെ, വേൾഡ് ഹിസ്റ്ററി ആയിക്കോട്ടെ, ഏതൊരു പെർട്ടിക്കുലർ സയൻസ് ആയിക്കോട്ടെ, എല്ലാം 3 ഘട്ടങ്ങളിലൂടെയാണ് ഉരുത്തിരിഞ്ഞു വന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിലൊന്ന് തിയോളജിക്കൽ, 2 മെറ്റാഫിസിക്കൽ, 3 പോസിറ്റീവ്. അക്കോർഡിംഗ് ടു കോംതെ, ദ ഇവല്യൂഷൻ ഓഫ് ഹ്യൂമൻ മൈൻഡ് ഹാസ് പാരലൽ ടു ദ ഇവല്യൂഷൻ ഓഫ് ദി ഇൻഡിവിജ്വൽ മൈൻഡ് അല്ലേ. ഹ്യൂമൻ മൈൻഡിൻ്റെ ഇവല്യൂഷൻ എന്ന് പറയുന്നത് വിച്ച് ഈസ് പാരലൽ ടു ദ ഇവല്യൂഷൻ ഓഫ് ദി ഇൻഡിവിജ്വൽ മൈൻഡ്. ജസ്റ്റ് ആസ് എൻ ഇൻഡിവിജ്വൽ tends to be a staunch believer in childhood, a critical metaphysician in adolescence and a natural philosopher in manhood അല്ലേ. ഇപ്പം നമുക്ക് തന്നെ അറിയാം, നമ്മൾ ചെറിയ കുട്ടിയാകുമ്പോൾ ചിന്തിക്കുന്ന കാര്യങ്ങളല്ല ഒരു അഡോളസൻസ് പീരീഡിൽ ചിന്തിക്കുന്ന കാര്യങ്ങളല്ല അഡൾട്ട്ഹുഡിൽ അല്ലേ. So also the human beings and their system of thought have evolved in 3 major stages. നമുക്ക് ഏതൊക്കെയാണ് അല്ലെങ്കിൽ ആ സ്റ്റേജിൻ്റെ പ്രത്യേകതകൾ നോക്കാം. ഫസ്റ്റ് വൺ തിയോളജിക്കൽ സ്റ്റേജ് അല്ലേ. നമ്മളൊരു ദൈവവുമായി ബന്ധപ്പെട്ട ഒരു ദൈവശാസ്ത്ര പഠനമാണ് തിയോളജി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ പീപ്പിൾ എക്സ്പ്ലെയിൻ ഇവൻ ത്രൂ ഗോഡ് ഓർ സൂപ്പർ നാച്ചുറൽ പവേഴ്സ്. പീപ്പിൾ എല്ലാ ഇവൻറ്റുകളും എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ത്രൂ ഗോഡ്, ദൈവവോ അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറൽ പവേഴ്സിലൂടെ ആയിരുന്നു പീപ്പിൾ എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. People are unaware about the real causes of the natural and social phenomena and they attribute the happenings to imaginary or derive divine forces beyond their mental reach. അതായത് എന്തൊരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാലും അല്ലേ, അതിൻ്റെ റിയൽ കോസ് കണ്ടെത്താനും പീപ്പിൾ ആർ അൺഅവെയർ അബൌട്ട് ദ റിയൽ കോസസ് ഓഫ് ദി നാച്ചുറൽ ആൻഡ് സോഷ്യൽ ഫിനോമിന അല്ലേ. പ്രകൃതിപരമായിട്ടോ സാമൂഹ്യപരമായോ നടക്കുന്ന പ്രതിഭാസങ്ങളുടെ റിയൽ കോസിനെ കുറിച്ച് പീപ്പിൾസ് എന്തായിരുന്നു, ദേ ആർ അൺഅവെയർ. അവരൊക്കെ അതിനൊരു ഡിവൈൻ ഒറിജിൻ അല്ലെങ്കിൽ ഡിവൈൻ ഫോഴ്സ് അതിൻ്റെ പുറകിലുണ്ട് എന്നാണ് അദ്ദേഹം എന്ത് വിശ്വസിച്ചത്. ഇപ്പോൾ ഒരു മഴ പെയ്യുന്നതിന് സയൻറ്റിഫിക് കാരണമുണ്ട്, പക്ഷെ അവർ വിശ്വസിക്കുന്നത് അതിൻ്റെ ഡിവൈൻ ഫോഴ്സിനെ കുറിച്ചായിരിക്കും അവർ വിശ്വസിച്ചിരുന്നത് തിയോളജിക്കൽ സ്റ്റേജിൽ. In this stage, human beings rely on supernatural agencies to explain what they can explain otherwise. അല്ലേ, ഈ ഒരു സ്റ്റേജിൽ ഹ്യൂമൻ ബീങ്സ് എന്ത് ചെയ്യാൻ തുടങ്ങി, സൂപ്പർ നാച്ചുറൽ ഏജൻസിനാണ് കൂടുതലായിട്ട് എന്ത് ചെയ്തത്, ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങിയത്. പീപ്പിൾ കം ടു ബിലീവ് ദാറ്റ് ഓൾ ഫിനോമിന ആർ ക്രിയേറ്റഡ് ആൻഡ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഗോഡ്സ് അല്ലേ. ഗോഡ്സിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായിരിക്കും എല്ലാ തരത്തിലുള്ള ഇവൻറ്റുകൾക്ക് പിന്നിലും, അതുപോലെ അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറൽ ഫോഴ്സിൻ്റെ. ഫോർ എക്സാമ്പിൾ, സം ട്രൈബ്സ് ബിലീവ്ഡ് ദാറ്റ് diseases like smallpox,
അതുപോലെ തന്നെ കോളറ വേർ ദ എക്സ്പ്രഷൻ ഓഫ് ഗോഡ്സ് ആങ്കർ അല്ലേ. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ചില ട്രൈബ്സ് ഒക്കെ ചില ഈ ചിക്കൻ ബോക്സ്, സ്മോൾ ബോക്സ്, കോളറ എന്ന് വരുന്നത് ദൈവം നമ്മളോട് ദേഷ്യപ്പെട്ടിട്ട് നമുക്ക് തരുന്നതാണെന്നാണ് വിശ്വസിച്ചിരുന്നത്. ദിസ് സ്റ്റേജ് ഈസ് ഫർദർ സബ് ഡിവൈഡഡ് ഇൻ ടു 3 സ്റ്റേജസ്. അതിൻ്റെ സബ് സ്റ്റേജസ് ആണ് പറയുന്നത്. ഇതെന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനെ 3ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, വീണ്ടും തരംതിരിച്ചിട്ടുണ്ട്. ഒന്നാമത്താണ് ഫെറ്റിഷിസം, രണ്ടാമത്തെ പോളിത്തിസം, മൂന്നാമത്തെ മോണോത്തിസം. ഫെറ്റിഷിസം, പോളിത്തിസം, മോണോത്തിസം. ഓക്കെ, ഫെറ്റിഷിസം, പോളിത്തിസം, മോണോത്തിസം. നമുക്ക് ഓരോന്നും എന്താണെന്ന് നോക്കാം. പീപ്പിൾ ആർ, നമ്മൾ തിയോളജിക്കൽ അല്ലെങ്കിൽ ഫിക്ഷസ് സ്റ്റേജ് എന്നും അതിനെ എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ പറയട്ടോ, തിയോളജിക്കൽ അല്ലെങ്കിൽ ഫിക്ഷസ് സ്റ്റേജ്. അപ്പോൾ പീപ്പിൾ ആർ അൺഅവെയർ അബൌട്ട് ദ റിയൽ കോസ് ഓഫ് ദി നാച്ചുറൽ ആൻഡ് സോഷ്യൽ ഫിനോമിന ആൻഡ് ദേ ആട്രിബ്യൂട്ട് ദ ഹാപ്പനിങ്സ് ടു ഇമേജിനറി ഓർ ഡിവൈൻ ഫോഴ്സ് ബിയോണ്ട് ദെയർ മെന്റൽ റീച്ച് ഫെറ്റിഷിസം അല്ലേ. അപ്പോൾ ഇനി എന്താണ് ഫെറ്റിഷിസം എന്നാണ് നോക്കുന്നത്. എന്താണ് ഫെറ്റിഷിസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഹിയർ മാൻ അക്സെപ്റ്റ് ദ എക്സിസ്റ്റൻസ് ഓഫ് സ്പിരിറ്റ് ഓർ സോൾ അല്ലേ. ഇവിടെ വ്യക്തികൾ അക്സെപ്റ്റ് ദ എക്സിസ്റ്റൻസ് ഓഫ് സ്പിരിറ്റ് ഓർ സോൾ അല്ലേ. സ്പിരിറ്റിൻ്റെയോ സോളിൻ്റെയോ എക്സിസ്റ്റൻസിനെ എന്ത് ചെയ്യുന്നു, ഇവർ അക്സെപ്റ്റ് ചെയ്യുന്നു അല്ലേ. ദ സൂപ്പർ നാച്ചുറൽ പവേഴ്സ് ഓർ റിസൈഡഡ് ഇൻ ദ ഫെറ്റിഷസ് ഓർ മിസ്റ്റിക്കൽ ക്വാളിറ്റീസ്. പ്രധാനമായിട്ടും ഒരു സൂപ്പർ നാച്ചുറൽ പവേഴ്സിനെയാണ് ഇവർ കൂടുതലായിട്ട് പ്രാധാന്യം നൽകുന്നത്. ദെൻ ദേ ആർ ആട്രിബ്യൂട്ടഡ് ടു ഇൻആനിമേറ്റ് ഒബ്ജക്റ്റ്. ഇൻആനിമേറ്റ് ഒബ്ജക്റ്റിനെ ഇവർ എന്ത് ചെയ്യുന്നു, ഇവർ ആട്രിബ്യൂട്ട് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ ആണ് പോളിത്തിസം അല്ലേ. വാട്ട് യു മീൻ ബൈ പോളിത്തിസം? പോളിത്തിസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് where the mind of primitive man become better organized. Fetishism became cumbersome to many fetishes created confusion അല്ലേ. ഇവിടെ primitive man became better organized, കുറച്ചുകൂടി ബെറ്റർ ഓർഗനൈസ്ഡ് ആയപ്പോൾ ഈ ഫെറ്റിഷിസം എന്തായിട്ട് മാറി, became cumbersome to many fetishes created confusion. ഒരുപാട് ഈ ഫെറ്റിഷസ് ഇവർക്കൊരു കൺഫ്യൂഷൻ എന്ത് ചെയ്തു, ഇവർക്ക് എന്ത് ചെയ്തു, വരാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. ഒന്നുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ ഒരു ഫെറ്റിഷിസം എന്ന് പറയുന്നത് ഒരു അമാനുഷിക ശക്തി എന്നൊരു വാക്കിനെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഫെറ്റിഷിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പോളിത്തിസം എന്ന് പറയുമ്പോൾ എന്തായിട്ട് മാറി, പിന്നെ ആ ഒരു സമയമായപ്പോഴേക്കും അവർക്ക് ഈ പറഞ്ഞ പോലെ ഒരുപാട് അമാനുഷിക ശക്തികൾ വന്നപ്പോൾ ദേ ബിക്കം കൺഫ്യൂസ്ഡ് അല്ലേ. അപ്പോൾ അവർ ബഹുദൈവവാദികളായിട്ട് മാറി, മോണോത്തിസം ആയിട്ട് മാറി അല്ലേ. ഹി ദെൻ അസൈൻ സ്പെസിഫിക് ഒബ്ജക്റ്റ് ടു പോസസ് സർട്ടൻ സൂപ്പർ നാച്ചുറൽ പവർ ആൻഡ് സ്റ്റാർട്ട് വേർഷിപ്പിംഗ് ദം ആസ് ഗോഡ് അല്ലേ. അവരെന്ത് ചെയ്തു, സ്പെസിഫിക് ഒബ്ജക്റ്റുകൾ എന്ത് ചെയ്യാൻ തുടങ്ങി, വേർഷിപ്പ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെയാണ് പോളിത്തിസം ആരംഭിക്കുന്നത്. മാൻ സ്റ്റാർട്ടഡ് ബിലീവിങ് ഇൻ സെവറൽ ഗോഡ്സ് അല്ലേ. പല തരത്തിലുള്ള ഗോഡ്സിൽ എന്ത് ചെയ്യാൻ തുടങ്ങി, അവർ ബിലീവ് ചെയ്യാൻ തുടങ്ങി. ഇനി അടുത്ത സ്റ്റേജാണ് മോണോത്തിസം അല്ലേ. മോണോത്തിസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഏകദൈവ വിശ്വാസം എന്നൊക്കെ പറയാം അല്ലേ. ഡ്യൂറിങ് ദിസ് സബ് സ്റ്റേജ് മാൻ ബിലീവ്സ് ദാറ്റ് ദർ ഈസ് ഓൺലി വൺ സെൻറ്റർ ഓഫ് പവർ വിച്ച് ഗൈഡ് ആൻഡ് കൺട്രോൾ ഓൾ ദ ആക്ടിവിറ്റീസ് ഓഫ് ദി വേൾഡ്. ദസ് മാൻ ബിലീവ്ഡ് ഇൻ ദ സൂപ്പർ ഹ്യൂമൻ പവർ ഓഫ് ഓൺലി വൺ ഗോഡ് അല്ലേ. അപ്പോൾ ഈ ഒരു സ്റ്റേജ് എത്തിയപ്പോഴത്തേക്കും മനുഷ്യർ എന്ത് ചെയ്യാൻ തുടങ്ങി, വൺ സെൻറ്റർ ഓഫ് പവറിൽ വിശ്വസിക്കാൻ തുടങ്ങി അല്ലേ. അവരുടെ ആക്ടിവിറ്റീസിനൊക്കെ കൺട്രോൾ ചെയ്യുന്ന വൺ സെൻറ്റർ ഓഫ് പവർ. ഇവിടെ അവരെന്ത് ചെയ്യുന്നുണ്ട്, ആ ഗോഡിൻ്റെ സൂപ്പർ ഹ്യൂമൻ പവറിനെ എന്ത് ചെയ്യുന്നുണ്ട്, ബിലീവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ലോ ഓഫ് 3 സ്റ്റേജിൽ ഫസ്റ്റ് സ്റ്റേജ് തിയോളജിക്കൽ അല്ലെങ്കിൽ ഫിക്ഷൻ സ്റ്റേജ് ആണെന്ന് പറഞ്ഞു. ഇവിടെ ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് അവർ അൺഅവെയർ ആണ്, അതിൻ്റെ റിയൽ കോസിനെ കുറിച്ച് അവർ അൺഅവെയർ ആണ്. അവർ വിചാരിക്കുന്നത് അതിൻ്റെ പുറകിൽ ഒരു ഡിവൈൻ ഫോഴ്സ് ഉണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. അതിൻ്റെ 3 സബ് സ്റ്റേജ് ഉണ്ട്, ഫെറ്റിഷിസം, അതുപോലെ തന്നെ പോളിത്തിസം, മോണോത്തിസം. ഫെറ്റിഷിസം എന്ന് പറഞ്ഞാൽ സ്പിരിറ്റ് അല്ലെങ്കിൽ സോളിനെ, അതായത് കുറച്ചുകൂടി അമാനുഷികമായിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു. പോളിത്തിസം പറഞ്ഞാൽ ഒരുപാട് അമാനുഷിക ശക്തികൾ വന്നപ്പോൾ ദേ ബിക്കം കൺഫ്യൂസ്ഡ്, സോ ദേ സ്റ്റാർട്ടഡ് വേർഷിപ്പിംഗ്, സോ ദേ ബിലീവ് ഇൻ സെവറൽ ഗോഡ്സ്. Then monotheism പറയുമ്പോൾ there is only one center of power which control and guide the human activities, so they believed in superhuman power only one god. അതാണ് മോണോതെയിസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത സ്റ്റേജ് മെറ്റാഫിസിക്കൽ സ്റ്റേജ് അതുപോലെ തന്നെ പോസിറ്റീവ് സ്റ്റേജ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. താങ്ക് യു.